കോട്ടയത്ത് അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി കുര്യക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, അമ്മയും കുഞ്ഞുങ്ങളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിലാണ് ഭർത്താവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഇക്കഴിഞ്ഞ 28-ാം തീയതി പുലർച്ചെയാണ് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ഈ അമ്മയും മക്കളും ഏറ്റുമാനൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടി മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് ഇവരുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്തായിരുന്നതിനാൽ നാട്ടിലെത്തിയതിനു ശേഷം സംസ്കാരം നടത്തുന്നതിന് വേണ്ടി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഈ ഷൈനിയുടെ ഇടവകയായിട്ടുള്ള ഏറ്റുമാനൂരിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത്. എങ്കിൽ പോലും ഷൈനിയുടെ മൂത്ത മകനെ കോടതിയിൽ കൊടുത്ത കേസിനെ തുടർന്ന് ഭർത്താവിൻ്റെ തൊടുപുഴയിൽ ചുങ്കത്തുള്ള പള്ളിയിൽ സെമിത്തേരിയിൽ സംസ്കരിക്കണമെന്ന ഒരു കോടതി വിധി സമ്പാദിക്കുകയും മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെ മൃതദേഹം കൊണ്ടുപോകുവാൻ ഭർത്താവ് ഏറ്റുമാനൂരിലെത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിന് പിന്നാലെ തൊടുപുഴയിലും സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ ഭർത്താവിൻ്റെ പീഡനം മൂലമാണ് ഈ വീട്ടമ്മയും 2 പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഒപ്പം തന്നെ BSc നേഴ്സായിരുന്ന ഈ ഷൈനിക്ക് ദീർഘകാലമായി ജോലിക്ക് പോകാൻ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഗാർഹിക പീഡനങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിയമപരമായി ഇവർ വിവാഹമോചനം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 9 മാസക്കാലമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി കഴിയുകയായിരുന്നു ഷൈനി. മക്കളുമൊപ്പം 2 പെൺമക്കളുമായി സ്വന്തം വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ നേഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലം 9 വർഷക്കാലം ജോലിക്ക് പോകാൻ കഴിയാതെ വന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്നായിരുന്നു. പിന്നീടാണ് ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനെ തുടർന്ന് ഈ ഷൈനി പല സ്വകാര്യ ആശുപത്രികളിലും ബയോഡാറ്റ നൽകി കയറി ഇറങ്ങി ജോലിക്കായി അപേക്ഷിച്ചുവെങ്കിൽ പോലും ഒരു സ്വകാര്യ ആശുപത്രികളും ഈ ഷൈനിയുടെ അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ചിലർ പറഞ്ഞത് 1 വർഷക്കാലം സൗജന്യമായി പിന്നീട് ശമ്പളം ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫോൺ വഴിയുള്ള നിരന്തരമായ പീഡനങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കാം. അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് എടുക്കാൻ പോലീസിനെ നിർബന്ധമാക്കുന്നത്. സനോജിനെ എപ്പോഴാണ് ഈ കുര്യാക്കോസിൻ്റെ അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തുക? നിലവിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തൊടുപുഴയിലെ വീട്ടിൽ നിന്നും ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ഇറാഖിൽ ജോലി നോക്കി വരികയാണ്. റിഗിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം 3 മാസക്കാലം കൂടുമ്പോൾ നാട്ടിൽ വന്നു പോകുന്ന പതിവുണ്ട്. മകൻ ഈ എറണാകുളത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. മകൻ അമ്മയ്ക്കൊപ്പം ആയിരുന്നില്ല. 2 പെൺകുട്ടികളും അമ്മയുമാണ് ഒരുമിച്ച് കഴിഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുന്ന വേളയിൽ മകനും ഭർത്താവുമൊക്കെ തന്നെ നാട്ടിൽ വരുന്ന സാഹചര്യമുണ്ടായി. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിമർശനമാണ് ഈ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രികൾ, അതായത് ജോലി തേടി കയറിയിറങ്ങിയ മുട്ടിയ വാതിലുകളിലൊന്നും അവർക്ക് യാതൊരു പ്രതീക്ഷയും നൽകുന്ന തീരുമാനങ്ങൾ സ്വകാര്യ ആശുപത്രികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നിരാശ തോന്നിയ ഈ ഷൈനി മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന ധാരണയിൽ ആത്മഹത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ആത്മഹത്യ ജീവിതത്തിനൊരു പരിഹാരമല്ല എന്ന് നമ്മൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് സാഹചര്യം. പക്ഷേ ഷൈനി ആ സമയത്ത് എടുത്ത ഒരു തീരുമാനമെന്ന് പറയപ്പെടുന്നത് തെറ്റായ തീരുമാനമാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള മാനസിക പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷൈനി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്, ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന കേസുകളിലൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ ഭർത്താവുള്ളത്. വൈകുന്നേരത്തോടുകൂടി ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അജിംഷാദ്. ശരി സനോജാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.